മനസ്സിലാക്കാൻ കഴിയണം. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് ഖുദ്റത്തുള്ള, വണ്ടൂർ സ്വദേശിയാണ്. ക്യാമ്പസിൽ ജീവിക്കുന്ന രണ്ട് സഹോദരങ്ങൾ അല്ലെങ്കിൽ ഒരു കൂട്ടം മുസ്ലിം സഹോദരങ്ങൾ സാധാരണഗതിയിൽ ആദ്യകാലത്തൊക്കെ സിനിമക്ക് പോവുകയും പ്രേമിച്ച് നടക്കുകയും അങ്ങനെ ക്യാമ്പസേതര എല്ലാ അധാർമികത പ്രവർത്തനങ്ങളും ചെയ്ത് ജീവിക്കുന്നവരിൽ വ്യത്യസ്ത മുസ്ലിം സംഘടനകളുടെ പ്രവർത്തനത്തിന്റെ ഫലമായി ഒരു വ്യക്തി മാറ്റപ്പെടുകയും അങ്ങനെ ഒരു വ്യക്തി മാത്രം ഇസ്ലാമിനോട് ചിന്തിക്കുകയും മാറുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ ഈ ഒരു വ്യക്തിക്ക് സ്വാഭാവികമായിട്ടും അവരോട് സമീപിക്കേണ്ട രീതികൾ അല്ലെങ്കിൽ അവരുടെ കൂടെ എങ്ങനെ ഇനി ഇടപഴകി ജീവിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവുകയും പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സാഹചര്യങ്ങൾ വരും. ഈ ഒരു അവസരത്തിൽ ആ വ്യക്തി എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടത്? ക്യാമ്പസിലെ കലാലയത്തിലെ പഠന കാലഘട്ടത്തിൽ മറ്റു സുഹൃത്തുക്കളോടൊപ്പം മതവിരുദ്ധമായ മതബോധമില്ലാത്ത ജീവിതശൈലിയിൽ പങ്കാളിയായിരുന്ന കാലഘട്ടത്തിൽ നിന്ന് വ്യതിരിക്തമായി അള്ളാഹു പടച്ചതമ്പുരാൻ സന്മാർഗം നൽകി, തിരിച്ചറിവ് നൽകി, സംശുദ്ധമായ ഇസ്ലാമിക ജീവിത വഴിത്താര തിരഞ്ഞെടുത്തിരിക്കുന്നു ആ കൂട്ടത്തിലെ ഒരു സുഹൃത്ത്. അപ്പോൾ മറ്റുള്ളവരോടൊപ്പമുള്ള തുടർന്നുള്ള ജീവിത പഠന കാലഘട്ടം, സഹവാസ കാലഘട്ടം എങ്ങനെയാണ് കഴിച്ചുകൂട്ടേണ്ടത്? ഇതല്ലേ ചോദ്യം? ഇവിടെ വളരെ പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, മനുഷ്യൻ അവന് അള്ളാഹു നൽകിയിട്ടുള്ള ഒരുപാട് സവിശേഷത, വ്യക്തിത്വം, കഴിവുകൾ, അതിൽ നന്മകൾ മറ്റുള്ളവർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്തുകൊണ്ട് നന്മകളെ സമ്മാനിക്കാനും സ്വന്തം ജീവിതത്തിൻ്റെ നന്മയുടെ സത്യത്തിൻ്റെ സുഗന്ധം അത് മറ്റുള്ളവർക്കിടയിൽ പരത്താനും സാധിക്കുന്ന ഒരു അവസ്ഥ സത്യവിശ്വാസിയായ മനുഷ്യൻ ഉണ്ടാകേണ്ടതുണ്ട്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് സുന്ദരമായി ഉപമിച്ചിട്ടുണ്ട്. കൂട്ടുകെട്ടുകളിൽ മതപരമായ നിഷ്ഠത, ചങ്ങാത്തമാണ് നിന്റെ മതമെന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ പ്രത്യേകമായി പറഞ്ഞതും പഠിപ്പിച്ചതും നമ്മളൊക്കെ കേട്ടിട്ടുള്ളതാണ്. അതുപോലെ സുഗന്ധം ചുമക്കുന്ന, സുഗന്ധവുമായി വിൽപ്പനക്ക് പോകുന്ന ഒരു വ്യക്തിയെ ഓടാണ് പ്രവാചകൻ സത്യദീനിന്റെ ജീവിതം നയിക്കുന്ന പ്രചാരണത്തിന്റെ പ്രബോധനത്തിന്റെ പാതയിൽ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയെ ഉപമിക്കുന്നത് സുഗന്ധവാഹകനോട് ആണ്. സുഗന്ധം വഹിക്കുന്ന അയാൾ പരിസരങ്ങളിലൊക്കെ ആ സുഗന്ധം എന്ത് ചെയ്യുന്നു? പരത്തുന്നു. അതുപോലെ നമ്മുടെ ജീവിതത്തിന്റെ വിശുദ്ധി, മതനിഷ്ഠത, അത് ഏത് തെറ്റായ സാഹചര്യങ്ങളിലും വ്യക്തിത്വം കാത്തു സൂക്ഷിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് മാതൃകയായിക്കൊണ്ട് സഹവാസം നിലനിർത്താൻ നമുക്ക് കഴിയണം. അധാർമികമായ സ്വാധീനങ്ങൾ, സുഹൃത്തുക്കളുടെ സ്വാധീനങ്ങൾ, ആ സ്വാധീനങ്ങളെ പ്രതിരോധിച്ചുകൊണ്ട് അവരെ പോലും നമ്മൾ ജീവിക്കുന്ന നന്മയുടെ തുരുത്തുകളിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള പരിശ്രമമായിരിക്കണം അവിടെ നമുക്കുണ്ടാകേണ്ടത്. അതിൽ അപകടകരമാം വിധം നമ്മുടെ വിശ്വാസത്തെ പോലും പിഴപ്പിക്കുന്ന, തകർത്ത് കളയുന്ന രൂപത്തിലാണ് കൂട്ടുകെട്ടുകളുടെ ദുസ്വാധീനമെങ്കിൽ ആ കൂട്ടുകെട്ടുകളെ ഉപേക്ഷിക്കുകയാണ് അഭികാമ്യം. അത് അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകമായി പറഞ്ഞതും പഠിപ്പിച്ചതുമാണ്. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി, പൊതുവെ മനഃശാസ്ത്രജ്ഞന്മാർ ഉദാഹരിക്കാറുണ്ട് മനുഷ്യന്റെ സഹജ ദൗർബല്യം. അത് ഖുർആനും വിശദീകരിക്കുന്നുണ്ട്. ഒരു ആയിരക്കണക്കിന് തെങ്ങിൻ തോപ്പിൽ അതിനിടയിൽ ഒരു കവുങ്ങ് വളർന്നു വന്നാൽ ആ കവുങ്ങ് തീരുമാനിക്കില്ല എൻ്റെ ചുറ്റുഭാഗത്തുള്ള ആയിരക്കണക്കിന് തെങ്ങും ഉൽപ്പാദിപ്പിക്കുന്നത് തേങ്ങയാണ്, ഇനി ഞാൻ ഒരൊറ്റ കവുങ്ങ് മാത്രം അതിനിടയിൽ എന്തിനാണ് ഈ അടയ്ക്ക ഉൽപ്പാദിപ്പിക്കുന്നത്, തേങ്ങ തന്നെയാകട്ടെ എന്ന് ആ കവുങ്ങ് തീരുമാനിക്കില്ല. കവുങ്ങ് ആയിരക്കണക്കിന് തെങ്ങിൻ കൂട്ടങ്ങൾക്കിടയിലും കവുങ്ങിന്റെ വ്യക്തിത്വവും അസ്തിത്വവും നിലനിർത്തി അടയ്ക്ക ഉൽപ്പാദിപ്പിക്കും. ആ ഒരു അസ്തിത്വബോധം, വ്യക്തിത്വബോധം, വ്യതിരിക്തത, അത് യഥാർത്ഥത്തിൽ സത്യവിശ്വാസിയുടെ ഒരു വലിയ സവിശേഷതയായി നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടതാണ്. തിന്മയുടെ മലവെള്ളപ്പാച്ചിലും നമ്മൾ നന്മയുടെ വക്താക്കളായി നിലകൊള്ളുകയും ആദർശ നിഷ്ഠത കാത്തു സൂക്ഷിക്കുകയും ചെയ്യണമെന്നത് പ്രവാചക തിരുമേനിയുടെ പ്രത്യേക പാഠമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയോഗിച്ചത് തന്നെ ലാ തകൂനു ഇമ്മഅതൻ, നിങ്ങൾ അവസരവാദികൾ, കൂടക്കൂടികളായി തീരരുത്. വത്തിനു അംഫുസക്കും, നിങ്ങളുടെ വ്യക്തിത്വത്തിന് ഒരു ദാർഢ്യത, നിശ്ചയദാർഢ്യത, ഒരു ചങ്കുറപ്പ്
ഉണ്ടാകണം, ആദർശനിഷ്ഠയുണ്ടാകണം. നിങ്ങൾ ആളുകളുടെ കൂട്ടായ്മയിൽ അവർ ചെയ്യുന്നത് ശരി എന്ന നിലപാട് നിങ്ങൾ സ്വീകരിക്കാൻ പാടില്ലാത്തതാണ് എന്ന പ്രവാചകന്റെ പാഠം പ്രത്യേകമായി ക്യാമ്പസുകളിൽ നമ്മൾ പഠിക്കേണ്ടതും, ആദർശപരമായ വ്യതിരിക്തത, വിശ്വാസപരമായ സവിശേഷത, ജീവിതത്തിൻ്റെ വിശുദ്ധി, മാതൃക, ഇതൊക്കെ നമ്മൾ സ്വയം നിലനിർത്തുകയും അത്തരം നല്ല ചങ്ങാത്തങ്ങളെ, കൂട്ടായ്മകളെ കണ്ടെത്തുകയും തിന്മയുടെ വഴിത്താരകളിൽ സഞ്ചരിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കളെ ആ കൂട്ടായ്മകളിലേക്ക് നമ്മൾ കൂട്ടിച്ചേർക്കുകയും ചെയ്യുക. അവരോടൊപ്പം തിന്മയിൽ നമ്മൾ കുത്തിയൊഴുകുന്ന അപകടകരമായ അവസ്ഥ അത് നമ്മുടെ ഈമാനിനെ, വിശ്വാസത്തെ ബാധിക്കുക തന്നെ ചെയ്യും. ഇതാണ് ആ വിഷയത്തിൽ നമുക്ക് പറയാം. അസ്സലാമു നേരത്തെ സംസാരിച്ച വിഷയത്തിൽ ഒരു കൂട്ടിച്ചേർക്കൽ മാത്രമാണ് നൽകുന്നത്. ഇവിടെ ഒരു കൂട്ടുകാരൻ എന്ന നിലയ്ക്ക് മാത്രമല്ല, നമ്മുടെ ക്യാമ്പസിൽ പ്രത്യേകിച്ച് ഇടപഴകുന്ന സമയത്ത് ഇത്തരത്തിലുള്ള തിന്മയുടെ ഒരുപാട് മാനദണ്ഡങ്ങളും മാർഗങ്ങളും നമ്മുടെ മുമ്പിൽ വരും. ഒരുപക്ഷെ തിന്മ ചെയ്യുന്ന ആളുകളോ അല്ലെങ്കിൽ തിന്മയുടെ മാനദണ്ഡങ്ങളോ ആയിരിക്കും കൂടുതൽ. ഇപ്പോൾ എല്ലാ ആളുകളും ഈ വസ്ത്രധാരണ രീതിയിൽ സ്വീകരിക്കുന്ന ആധുനികമായ ഫാഷൻ സംവിധാന പ്രകാരം വസ്ത്രം ധരിക്കുന്നവരാണ്. ആ കൂട്ടത്തിൽ നിന്ന് ഒരു ഇസ്ലാമിക മര്യാദ പ്രകാരം ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും വസ്ത്രം ധരിക്കുമ്പോൾ അവൻ വേറിട്ട് നിൽക്കുന്ന, വ്യത്യസ്തനാകാനും വേറിട്ട് നിൽക്കാനും ഒക്കെ ശ്രമിക്കുക എന്ന് പറയുന്നത് അത്യാവശ്യം വിശ്വാസത്തിൻ്റെയും ഭയഭക്തിയുടെയും സൂക്ഷ്മതാബോധത്തിൻ്റെയും അടിസ്ഥാനത്തിൽ മാത്രം നിർവഹിക്കാൻ കഴിയുന്ന ഒന്നാണ്. പൊതുസമൂഹം മുഴുക്കെ ഒരു തിന്മയിൽ പോവുകയും ആ തിന്മയ്ക്ക് ആധുനിക സമൂഹം സർവാംഗീകാരം നൽകുകയും ചെയ്യുന്നൊരു സാഹചര്യത്തിൽ പ്രത്യേകിച്ചും വേറിട്ടവനായി നിൽക്കുക എന്ന് പറയുന്നത് തീർച്ചയായും വളരെ പ്രയാസകരമാണ്. എല്ലാ തെങ്ങിനെയും ആളുകൾ നന്നായി പരിഗണിക്കുകയും കമുങ്ങിനെ പരിഗണിക്കാതിരിക്കുകയും ചെയ്യുന്നൊരു ഘട്ടത്തിൽ കമുങ്ങായി വളരുക എന്ന് പറയുന്നത് അത്യാവശ്യം ത്യാഗമാണ്. തെങ്ങിനെല്ലാവരും വളമിട്ട് പുഷ്ടിപ്പെടുത്തി വളർത്തിക്കൊണ്ടുപോകുന്നു, കമുങ്ങിനെ ആരും ശ്രദ്ധിക്കുന്നില്ല എങ്കിൽ സ്വയം ഉണ്ടാക്കിയിട്ടുള്ള ഭൂമിയിൽ നിന്ന് വെള്ളം വലിച്ചെടുത്ത് സ്വയം എന്ത് ചെയ്യേണ്ടി വരും? വളർന്നു മുന്നോട്ട് പോകേണ്ടി വരും. ആ ഒരു നന്മയുടെ മേഖലയിലാണ് ഞാൻ വളരുന്നത് എന്ന വിശ്വാസമാണ് യഥാർത്ഥത്തിൽ നമുക്ക് രക്ഷയായി വരുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അയാള് എല്ലാ സാഹചര്യവും ഒത്തുവന്ന് അയാൾ വിശ്വാസിയായി നല്ലവനായി ജീവിക്കുന്നതിലല്ല അർത്ഥമുള്ളത്. മറിച്ച് ഖൈറുന്നാസ്, ആരാണ് മനുഷ്യരിൽ ഏറ്റവും നല്ലവൻ എന്ന ചോദ്യത്തിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് യുഖാലിതു മഅന്നാസി വയസ്ബിറു അലാ അദാ, ജനങ്ങളോടൊപ്പം ഇടപഴകി ജീവിക്കുന്നു, എന്നിട്ട് അതിൽ സംഭവിക്കാവുന്ന പ്രശ്നങ്ങളെ തീർച്ചയായും ക്ഷമയോടുകൂടി സ്വീകരിക്കുകയും ചെയ്യുന്നു. ചില ആളുകൾ എന്ത് തീരുമാനിക്കുന്നു? അങ്ങനെ അത് തെറ്റാണ്, അവിടെ പ്രശ്നങ്ങളാണ്, പ്രയാസങ്ങളാണ്, അവിടേക്കൊന്നും ആരും പോകാൻ പാടില്ല, അടുക്കാൻ പാടില്ല, ആകെ പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് അവനിലേക്ക് തന്നെ ചുരുങ്ങിയിട്ട് തസ്ബീഹുമാലയും ദിക്റും സ്വലാത്തും ഒക്കെ ആയിട്ട് അവൻ ഒരുമിച്ച് കൂടുന്നു. അവൻ ഒരു തരത്തിലും മറ്റൊരാളോട് ഇടപഴകാതെ പോകുന്നു. അങ്ങനെയല്ല, ഇടപഴകി ജീവിക്കാൻ കഴിയണം. ആ ഇടപഴകുന്ന രംഗത്ത് എൻ്റെ വിശ്വാസത്തെ സംരക്ഷിച്ചു കൊണ്ടുപോകാൻ സാധിക്കുകയും ചെയ്യണം. അങ്ങനെ വരുമ്പോൾ നാം മനക്കരുത്തോടുകൂടി സ്വീകരിക്കേണ്ട ഒന്ന്, നന്മയുടെ പേരിലാണ് നാം ഒരാളെ അതൃപ്തിപ്പെടുത്തുന്നത് എങ്കിൽ, നമ്മളൊരു കൂട്ടുകാരനുമായി സംസാരിക്കുന്ന സമയത്ത് പലപ്പോഴായി നമുക്ക് എങ്ങനെ അയാളോട് ഇത് പറയാം, അയാൾ എന്താ വിചാരിക്കുക, അയാൾ എന്തായിരിക്കും നമ്മുടെ ഫ്രണ്ട്ഷിപ്പിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്ന് കരുതിയിട്ട് ചില അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസത്തിന്റെ പേരിലാണ് പലപ്പോഴും നമ്മൾ പലതും ചെയ്യാൻ വേണ്ടി നിർബന്ധിതരാകുന്നതോ അല്ലെങ്കിൽ ചെയ്യാതിരുന്നു കൊണ്ട് അവർ ചെയ്യുന്ന തിന്മയെ അംഗീകരിക്കേണ്ടി വരികയോ ചെയ്യുന്നത്. പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിന്റെ വിഷയത്തിൽ, നന്മയുടെ വിഷയത്തിലാണ് ഒരാളെ നീ അതൃപ്തിപ്പെടുത്തുന്നത് എങ്കിൽ അയാളിലുള്ള അതൃപ്തി പടച്ച തമ്പുരാൻ നിനക്ക് തൃപ്തിയാക്കി മാറ്റിത്തരും. എന്നാൽ തിന്മയുടെ വിഷയത്തിലാണ് നീ ഒരാളെ തൃപ്തിപ്പെടുത്തിയത് എങ്കിൽ ആ തൃപ്തി നിനക്കെതിരിൽ ദേഷ്യമാക്കി പടച്ചവൻ പരിവർത്തിപ്പിക്കുകയും ചെയ്യും. നമ്മൾ തമ്മിലുള്ള ഒരു സൗഹാർദ്ദത്തിന്റെ പേരിലാണ് ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് തിന്മ അംഗീകരിച്ചു പോകുന്നത് എങ്കിൽ ആ സൗഹാർദ്ദത്തെ നിനക്കെതിരുള്ള ദേഷ്യമാക്കി, നിനക്കെതിരുള്ള ശത്രുതയാക്കി പടച്ചവൻ മാറ്റും. എന്നാൽ അവനോട് നീ പിണങ്ങിയത് അപ്രിയ സത്യത്തിന്റെ പേരിലാണ് അവനോട് പിണങ്ങിയത് എങ്കിൽ ആ പിണക്കത്തെ ഏറ്റവും നല്ല ഇണക്കമാക്കി പടച്ചവൻ പരിവർത്തിപ്പിച്ചു തരികയും ചെയ്യും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അത് തിന്മകളുടെ ഒരു കുഴാമറിച്ചിലുള്ള ഒരു രംഗത്ത് സ്വീകരിക്കാനുള്ള ഒരു നല്ല മനസ്സിനുണ്ടാകുന്ന ഒരു ശക്തിയാണ് യഥാർത്ഥത്തിൽ പ്രവാചകൻ അവിടെ വിശദീകരിച്ചിട്ടുള്ളത്. അതാണ് നമുക്ക് സ്വീകരിക്കാൻ കഴിയേണ്ടത്. ടിവിയും അതേപോലെ തന്നെ ഇന്റർനെറ്റും അതേപോലെ തന്നെ മൊബൈൽ ഫോണും ഇങ്ങനെ പലതും തിന്മയുടെ മേഖലയിൽ പോകുന്നു. ആ തിന്മയുടെ പുതിയൊരു ഫിലിം ഇറങ്ങി, പുതിയൊരു സിനിമ ഇറങ്ങി, കൂട്ടുകാരൊക്കെ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. ഈ അത് കണ്ടില്ലേ,
എന്ന് ചോദിക്കുമ്പോൾ ഞാനത് കണ്ടില്ല എന്ന് പറഞ്ഞ അയ്യേ എന്ന് പറഞ്ഞ് വളരെ ആഭാസത്തോടെ നിന്നെ എതിർക്കുന്നു. ഈ എന്തേ ആ വസ്ത്രം സ്വീകരിക്കാത്ത? എന്റെ പാന്റിന്റെ ഒക്കെ ഒരു കോലം, ഈ എന്താ 7-ാം നൂറ്റാണ്ട് താള, ഇങ്ങനെ പാന്റ് തയ്ക്കല്, ഇങ്ങനെ ഷർട്ട് ഉണ്ടാകല്, ഇതൊക്കെ ഒന്ന് മാറ്റിയിട്ടൊന്ന് ഒരു അടിപൊളിയൊക്കെ ആയിക്കൂടെ എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ പരിഹസിക്കുമ്പോൾ നമുക്ക് ഒരു ചുരുങ്ങലും ഒരു കൊച്ചായി തോന്നലും ഒക്കെ ഉണ്ടാകാം. ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. എനിക്ക് എന്റെ മതവും എന്റെ സിദ്ധാവും നിശ്ചയിച്ചിട്ടുള്ള ഒരു സംവിധാനത്തിനപ്പുറത്ത് മാന്യതയും ഫാഷനും മറ്റൊന്നില്ല. അതുകൊണ്ട് ആ മാനദണ്ഡം ഞാൻ സ്വീകരിക്കുക വഴി എനിക്ക് അള്ളാഹുവിന്റെ സംരക്ഷണത്തിലും തണലിലും ജീവിക്കാൻ കഴിയും. ആ ജീവിതം ഇവർ തമ്മിലുള്ള സൗഹാർദ്ദത്തിന് കൂടുതൽ തിളക്കം പടച്ച നൽകുകയും ചെയ്യും എന്ന് വിശ്വസിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ആ ഒരു രീതിയിലായിരിക്കണം ആധുനിക സമൂഹത്തിൽ നാം ഇടപഴകാൻ കഴിയേണ്ടത്. മതത്തിന്റെ മാനദണ്ഡങ്ങൾ എവിടെയാണ്, ഏതു തരത്തിലാണ് എന്ന് ഈ വിഷയത്തിലൊക്കെയും പരിശോധനാ വിധേയമാക്കി വേറിട്ട് നിൽക്കാൻ കഴിയണം. അതാണ് യഥാർത്ഥത്തിൽ